പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് AEWന് വൻ തിരിച്ചടി ഇപ്പോൾ കിട്ടിയിരിക്കുന്നു. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം. AEW നിലവിൽ അമേരിക്കയിൽ അവർ ടെലികാസ്റ്റ് നടത്തുന്നത് TBS, TNT തുടങ്ങിയ ചാനലുകളിലൂടെയാണ്. അപ്പോൾ ഇതിൻ്റെ ഓണേഴ്സ് എന്ന് പറയുന്നത് വാർണർ ബ്രോസ് ഡിസ്കവറി എന്ന് പറയുന്ന കമ്പനിയാണ്. കൂടാതെ HBO Max എന്ന് പറയുന്ന സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിലും അമേരിക്കയിൽ AEW ഷോസ് വീക്ക്ലി എപ്പിസോഡ്സായ ഡൈനാമൈറ്റും കൊളീഷനും പേപ്പർ റിവ്യൂസും അവർ സ്ട്രീം ചെയ്യുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ഒരു മണിക്കൂർ മുൻപ് പുറത്തേക്ക് വന്ന വാർത്ത അനുസരിച്ചാണെങ്കിൽ OTT പ്ലാറ്റ്ഫോമിലെ ഭീമന്മാരായ നെറ്റ്ഫ്ലിക്സ് വാർണർ ബ്രോസ് ഡിസ്കവറിയുടെ ഒരു ഭാഗം അത് മേടിച്ചിരിക്കുന്നു. അപ്പോൾ ഇവർ ഇപ്പോൾ മേടിച്ചിരിക്കുന്ന ആ ഒരു ഷെയറിൽ HBO Max എന്ന് പറയുന്ന OTT പ്ലാറ്റ്ഫോമും കൂടി ഉണ്ട്. അപ്പോൾ അമേരിക്കയിൽ എന്നല്ല ലോകമെമ്പാടും HBO Maxൽ ഇനി അതിൻ്റെ ഓണേഴ്സായി മാറാൻ പോകുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. അപ്പോൾ നെറ്റ്ഫ്ലിക്സ് സെലക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ തീരുമാനിക്കുന്ന ഷോസ് മാത്രമായിരിക്കും HBO Maxൽ അവർ സ്ട്രീം ചെയ്യുക. അപ്പോൾ നെറ്റ്ഫ്ലിക്സ് ആണ് നിലവിൽ ലോകമെമ്പാടും WWEയുടെ ഷോസ് സ്ട്രീം ചെയ്യുന്നത്. അമേരിക്കയിലും അതുപോലെ തന്നെ ഇന്ത്യയിലും വലിയ വലിയ രാജ്യങ്ങളിലൊക്കെ നെറ്റ്ഫ്ലിക്സ് ആണ് ഇപ്പോൾ സ്ട്രീം ചെയ്യുന്നത്. അപ്പോൾ AEWയും WWEയും തമ്മിലുള്ള കോമ്പറ്റീഷനെ കുറിച്ച് നമുക്ക് അറിയാം. നമ്പർ 1 ആയിട്ട് ഇപ്പോൾ നിൽക്കുന്നത് WWE ആണ്. കൂടുതൽ കാഴ്ചക്കാരുള്ളതും WWEയുടെ ഷോസിനാണ്. അപ്പോൾ HBO Maxൽ നിന്ന് എന്തായാലും AEW ഷോസ് അവർ പുറത്തേക്കിടും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു. അപ്പോൾ AEWയെ സംബന്ധിച്ച് ഇനി അവർ പുതിയൊരു OTT പ്ലാറ്റ്ഫോം അമേരിക്കയിൽ സ്ട്രീം ചെയ്യാൻ വേണ്ടി കണ്ടുപിടിക്കണം. അത് ടോണി ഖാനെ സംബന്ധിച്ച് വലിയ കടമ്പയാണ്. കാരണം AEW ഷോസിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ വ്യൂവർഷിപ്പ് വലിയ രീതിയിൽ ഉയർന്നില്ല. ടിക്കറ്റ് സെയിൽസ് ആണെങ്കിൽ വൻ താഴ്ചയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ വാർണർ ബ്രോസ് ഡിസ്കവറി എന്ന് പറയുന്ന AEWൻ്റെ വലിയ പാർട്ട്നേഴ്സ് അവരുടെ ഒരു ഭാഗം നെറ്റ്ഫ്ലിക്സ് എന്ന് പറയുന്ന ഭീമന്മാർ മേടിക്കുമ്പോൾ ടോണി ഖാനെ സംബന്ധിച്ച് ഇനിയുള്ള മാസങ്ങൾ നിർണായകമാണ്. AEW കമ്പനി ഇനി എങ്ങനെ കാഴ്ചക്കാരിലേക്ക് എത്തിക്കുമെന്നുള്ളത് അദ്ദേഹം ചിന്തിക്കേണ്ട ഒരു സമയമാണ് നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ടോണി ഖാന് വലിയൊരു തിരിച്ചടിയാണ്, അല്ലെങ്കിൽ AEWന് വലിയൊരു തിരിച്ചടിയാണ് നെറ്റ്ഫ്ലിക്സ് ഈ വാർണർ ബ്രോസ് ഡിസ്കവറിയുടെ ഒരു ഭാഗം മേടിച്ചപ്പോൾ കിട്ടിയിട്ടുള്ളത്. രണ്ടാമത്തെ അപ്ഡേറ്റ് ജോൺ മോക്സ്ലിയെ സംബന്ധിച്ചാണ്. ജോൺ മോക്സ്ലി ഇന്നലെ കഴിഞ്ഞ AEWൻ്റെ ഡൈനാമൈറ്റ് വീക്ക്ലി എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിൽ ക്ലൗഡിയോ കാസ്നോളി എന്ന സിസാറോ എന്ന് WWEയിൽ അറിയപ്പെട്ടിരുന്ന റെസ്ലറിനെതിരെ മെയിൻ ഇവൻറ്റിൽ ഒരു മത്സരം കളിച്ചു. കോണ്ടിനെൻ്റൽ ക്ലാസിക് എന്ന് പറഞ്ഞിട്ടുള്ള ടൂർണമെൻറ്റിൻ്റെ ഭാഗമായി നടന്ന 2ാം റൗണ്ട് മത്സരമായിരുന്നു അതിൽ. അപ്പോൾ ഇതിലെ ആദ്യ റൗണ്ട് മത്സരത്തിൽ ക്ലൗഡിയോ കാസ്നോളിയും ജോൺ മോക്സ്ലിയും വിജയിച്ചിട്ടുണ്ടായിരുന്നു. ഇരുവർക്കും 3 പോയിന്റ് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നലത്തെ മെയിൻ ഇവൻറ്റിൽ വലിയ ഒരു അട്ടിമറി വിജയം, ആരും എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു റിസൾട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ക്ലൗഡിയോ കാസ്നോളി ക്ലീനായി പിൻഫോളിലൂടെ ജോൺ മോക്സ്ലിയെ പരാജയപ്പെടുത്തി. ഈ 2 പേരും ഡെത്ത് റൈഡേഴ്സ് എന്ന് പറയുന്ന ഫാക്ഷനിലെ അംഗങ്ങളാണ്. പക്ഷേ ഡെത്ത് റൈഡേഴ്സ് സ്പ്ലിറ്റ് ആകാൻ പോകുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു സ്റ്റോറിയും അവർ ഈ മത്സരത്തിന് ഇടയിലോ മത്സരത്തിന് ശേഷമോ കാണിച്ചിട്ടില്ല. ഇവർക്കിടയിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല എന്നുള്ളത് ഇവൻ്റ് കഴിയുന്നതിന് ശേഷം ഒരു വീഡിയോ ഫുട്ടേജ് പുറത്തേക്ക് ഇറക്കി AEW സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ മേജർ റെസ്ലേഴ്സിനെതിരെ മെയിനായിട്ട് വരുന്ന സ്റ്റോറിയും മത്സരങ്ങളിലും ജോൺ മോക്സ്ലി നിരന്തരമായി ഇപ്പോൾ AEWയിൽ പരാജയപ്പെടുകയാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു വേൾഡ് ടൈറ്റിൽ നഷ്ടപ്പെട്ടതിന് ശേഷം വെറും ചോരക്കളി ജോൺ മോക്സ്ലി കളിക്കുന്നുണ്ടെങ്കിലും തുടർച്ചയായിട്ടുള്ള പരാജയങ്ങളാണ് മേജറായിട്ടുള്ള മെയിനായിട്ടുള്ള ടോപ്പായിട്ടുള്ള റെസ്ലേഴ്സിനെതിരെ ജോൺ മോക്സ്ലിയുടെ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കരിയർ ഗ്രാഫ് ഇപ്പോൾ നല്ല രീതിയിൽ താഴേക്ക് പോയിട്ടുണ്ട്. അവർ ചിലപ്പോൾ ജോൺ മോക്സ്ലിയെ ഫേസ് ആക്കാനായിരിക്കും ശ്രമിക്കുന്നുണ്ടായിരിക്കുക. പക്ഷേ അതിനി ക്ലിക്കാകുമോ എന്നുള്ളത് ഡൗട്ടാണ്. ജോൺ മോക്സ്ലിയെ സംബന്ധിച്ച് അവർക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഇപ്പോൾ AEW ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ജോൺ മോക്സ്ലിയുടെ മുന്നിൽ ഒരു ഓപ്ഷൻ മാത്രമേ ബാക്കിയുള്ളൂ. AEW കോൺട്രാക്റ്റ് അവസാനിപ്പിച്ച് WWEയിലേക്ക് തിരികെ വരിക. അതിപ്പോഴത്തെ ജോൺ മോക്സ്ലിയുടെ ക്യാരക്ടറിൽ തന്നെ ആയിരിക്കുമ്പോൾ ആ ഡീൻ ആംബ്രോസ് എന്ന് പറയുന്ന ക്യാരക്ടറിൽ ഒരു പ്രത്യേകത നമുക്ക് കാണാൻ സാധിക്കും. ഡീൻ ആംബ്രോസിൻ്റെ ക്യാരക്ടറും ജോൺ മോക്സ്ലിയുടെ ഇപ്പോഴത്തെ ക്യാരക്ടറിൻ്റെ കുറച്ച് വിത്തുകളും അദ്ദേഹം മിക്സ് ചെയ്ത് WWEയിൽ അവതരിപ്പിച്ചാൽ കിടിലൻ ഒരു സ്റ്റോറിയൊക്കെ അവർക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ജോൺ മോക്സ്ലി തിരികെ ഡീൻ ആംബ്രോസായി ജോൺ മോക്സ്ലിയുടെ ഇപ്പോഴത്തെ ആ ക്യാരക്ടറിൻ്റെ പ്രത്യേകതകൾ കൂടി WWEയിലേക്ക് കൊണ്ടുവരണമെന്നാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും AEWയിൽ ജോൺ മോക്സ്ലിക്ക് ഇനി കൂടുതലൊന്നും അവിടെ കാഴ്ചവെക്കാനില്ല. അദ്ദേഹത്തിൻ്റെ കരിയർ AEWയിൽ ഏകദേശം അവസാനിച്ച രീതിയിലാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മൂന്നാമത്തെ അപ്ഡേറ്റ് WWE മുൻ ഓണറും ചെയർമാനുമായ വിൻസ് മിക്മാൻ കമ്പനിയിലേക്ക് തിരികെ വരുമോ എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. എന്താണെന്ന് വെച്ചാൽ വിൻസ് മിക്മാൻ തയ്യാറാക്കിയ ഏറ്റവും വലിയ കഥാപാത്രങ്ങളിൽ ഒന്നായ കമ്പനിയുടെ ഒരു ഫേസ് ആയി നിന്നിരുന്ന വർഷങ്ങളോളം ഒരു
10 വർഷത്തിലധികം കമ്പനിയുടെ മുഖമായി നിന്നിരുന്ന ജോൺ സിനയുടെ റിട്ടയർമെൻറ്റ് മാച്ച് ഡിസംബർ 14-ാം തീയതി അടുത്ത ആഴ്ച ഞായറാഴ്ചയാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ജോൺ സിനയുടെ അവസാന WWE റിങ്ങിലെ ഒരു മത്സരത്തിൽ അത് കാണാൻ വേണ്ടി വിൻസ് മിക്മെൻ വരില്ലേ എന്നുള്ളതാണ് എല്ലാവരും ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. അതിനെ സംബന്ധിച്ച് അത്ര പോസിറ്റീവായിട്ടുള്ള ഒരു അപ്ഡേറ്റ് അല്ല നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നിലവിൽ റെസ്ലിംഗ് ഒബ്സർവറുടെ ലേറ്റസ്റ്റ് റിപ്പോർട്ടിൽ അവർ പങ്കുവെക്കുന്നത് വിൻസ് മിക്മെൻ ആ ഒരു ഇവൻറ്റിൽ അപ്പിയറൻസ് നടത്തില്ല എന്നുള്ളതാണ്. കാരണം വിൻസ് മിക്മെനെതിരെ നിലവിൽ നിൽക്കുന്ന കേസുകളാണ്. വിൻസ് മിക്മെൻ അപ്പിയർ ചെയ്താൽ അത് WWEയെയും WWEയുടെ പാർട്ട്നേഴ്സിനെയും വലിയ രീതിയിൽ വിഷമിപ്പിക്കും. അപ്പോൾ വിൻസ് മിക്മെൻ ആ ഒരു ഇവൻറ്റിൽ പങ്കെടുക്കില്ല എന്നുള്ള തരത്തിലാണ് നമുക്കിപ്പോൾ കിട്ടുന്ന ഒരു അപ്ഡേറ്റ്. കൂടാതെ ദ റിംഗർ എന്ന് പറയുന്ന ഒരു ഇൻ്റർവ്യൂ ചാനലിന് കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിൽ ഇപ്പോൾ ജോൺസിനെ പങ്കുവെക്കുന്ന കുറച്ച് അഭിപ്രായമുണ്ട്. അതായത് ജോൺസിനെയാക്കിയതും ജോൺസിനയ്ക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തതും എല്ലാം വിൻസ് ആണെന്ന് ജോൺസിന സമ്മതിക്കുന്നുണ്ട്. വിൻസ് മിക്മാനെ ഒരിക്കലും കമ്പനിയിൽ നിന്ന് പറഞ്ഞയക്കാൻ പാടില്ലായിരുന്നു എന്നാണ് സീനയുടെ അഭിപ്രായം. കാരണം വിൻസാണ് ഈ ഒരു ഇൻഡസ്ട്രിയെ ഇത്തരത്തിൽ വലുതാക്കിയത്. അദ്ദേഹത്തിന് ഇപ്പോഴും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യരുത് എന്നുള്ളതിൽ നല്ല അറിവുണ്ട്. അദ്ദേഹത്തിന് ഒരു ബിസിനസ് എങ്ങോട്ടേക്ക് കൊണ്ടുപോകണം എന്നുള്ളതിനെ സംബന്ധിച്ച് നല്ല അറിവുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരാളെ പറഞ്ഞയക്കാൻ പാടില്ലായിരുന്നു എന്നാണ് സീന പറയുന്നത്. വിൻസ് മിക്മാൻ മോശപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതും സീന സമ്മതിക്കുന്നുണ്ട്. പക്ഷേ താൻ വിൻസ് മിക്മാൻ്റെ ആരാധകനാണ്, താൻ വിൻസ് മിക്മാനെ ഇഷ്ടപ്പെടുന്നു എന്നുള്ള ആ ഒരു പോയിന്റിൽ തന്നെയാണ് ഇപ്പോഴും ജോൺസിന ഉറച്ചു നിൽക്കുന്നത്. പക്ഷേ വിൻസ് മിക്മാൻ്റെ ഒരു അപ്പിയറൻസ് ജോൺസിനയുടെ റിട്ടയർമെൻറ്റ് മാച്ചിൽ നമുക്ക് പ്രതീക്ഷിക്കേണ്ട. അത്തരത്തിൽ യാതൊരുവിധ ഒരു വാർത്തകളും നിലവിൽ പുറത്തേക്ക് വരുന്നില്ല. അവസാനത്തെ അപ്ഡേറ്റ് അടുത്ത വർഷത്തെ ആദ്യ പ്രീമിയം ലൈവ് ഇവൻ്റായ റോയൽ റംബിൾ 2026 മെൻസ് റോയൽ റംബിൾ മത്സരത്തിൽ ആരാണ് വിജയിക്കാൻ സാധ്യത, നിലവിൽ ആരാണ് ഫേവറേറ്റ് ആയിട്ട് നിൽക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ് റസൽ വോട്ട്സ് എന്ന് പറയുന്ന ട്വിറ്റർ ഹാൻഡിൽ നിലവിൽ ഫൈറ്റ്ഫുൾ സെലക്റ്റുമായിട്ട് നടത്തിയ പോഡ്കാസ്റ്റിൽ പങ്കുവെക്കുന്ന അപ്ഡേറ്റ് അനുസരിച്ച് WWEയുടെ ഉള്ളിൽ ഇൻറ്റേർണലായിട്ട് നിലവിലൊരു ഫേവറേറ്റ് ആയിട്ട് നിൽക്കുന്നത് ഒരൊറ്റ റസ്ലറാണ്. അത് യുവതാരമായ ബ്രോൺ ബ്രേക്കർ ആണെന്ന് റസൽ വോട്ട്സ് വെളിപ്പെടുത്തിയിരിക്കുന്നു. ബ്രോൺ ബ്രേക്കർ 2026 മെൻസ് റോയൽ റംബിളിൽ വിജയിച്ച് റസൽമേനിയ 42 മെയിൻ ഇവൻറ്റും ചെയ്യുമെന്നാണ് നിലവിൽ റസൽ വോട്ട്സ് പങ്കുവെക്കുന്നത്. ബ്രോൺ ബ്രേക്കറിന് ജനുവരി മാസം എന്തായാലും വലിയ കടമ്പകളുണ്ട്. ജനുവരി മാസത്തിലെ ആദ്യ റോ എപ്പിസോഡിൽ നെറ്റ്ഫ്ലിക്സിലേക്ക് സ്ട്രീമിംഗ് ആരംഭിച്ചതിന് ശേഷം ആദ്യ ആനിവേഴ്സറി ആഘോഷിക്കപ്പെടാൻ പോകുന്ന റോ എപ്പിസോഡിൽ CM പങ്കിൻ്റെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പിന് നിലവിൽ ബ്രോൺ ബ്രേക്കർ ചലഞ്ച് ചെയ്യുന്നുണ്ട്. ആ മത്സരം ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ റസൽ വോട്ട്സ് പങ്കുവെക്കുന്ന നിലവിലെ ഒരു അപ്ഡേറ്റ് അനുസരിച്ച് റോയൽ റംബിളിൽ കൂടി ബ്രോൺ ബ്രേക്കറിന് വിജയസാധ്യത വരുമ്പോൾ ആ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ ബ്രോൺ ബ്രേക്കർ പരാജയപ്പെട്ടാലും ബ്രോൺ ബ്രേക്കറിന് വലിയൊരു ഓപ്പർച്യൂണിറ്റി അപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ട് ജനുവരി മാസത്തിൻ്റെ അവസാനം നടക്കാൻ പോകുന്ന റോയൽ റംബിൾ മത്സരത്തിൽ. അപ്പോൾ ഇനി അങ്ങോട്ട് റോമൻ റിയൻസിൻ്റെ പകരക്കാരനായിട്ട് അല്ലെങ്കിൽ റോമൻ റിയൻസിൻ്റെ പിൻഗാമിയായിട്ട് നെക്സ്റ്റ് ഫേസ് ഓഫ് ദി കമ്പനി ആയിട്ട് ബ്രോൺ ബ്രേക്കറിനെ 2026 WWE പുഷ് ചെയ്യാൻ പോകുകയാണ് എന്നുള്ളത് ഓൾമോസ്റ്റ് നമുക്ക് കൺഫേം ചെയ്ത് പറയാൻ സാധിക്കും. ഇതുവരെ നമുക്ക് കിട്ടിയിരുന്ന ഒരു റൂമറും ഒരു ഫേവറേറ്റും അത് റോമൻ റിയൻസിൻ്റെ പേരിലായിരുന്നു. 2026 മെൻസ് റോയൽ റംബിളിൽ റോമൻ റിയൻസ് വിജയം കരസ്ഥമാക്കി. റസൽമേനിയ 42 അദ്ദേഹം ഒരിക്കൽ കൂടി മെയിൻ ഇവൻറ്റ് കളിക്കുമെന്നുള്ള റൂമേഴ്സ് ആയിരുന്നു പുറത്തേക്ക് വന്നിരുന്നത്. എന്നാൽ ആ ഒരു അപ്ഡേറ്റിൽ നിന്ന് ഇപ്പോൾ കാര്യങ്ങൾ വ്യതിചലിച്ചിരിക്കുന്നു. റോമൻ റിയൻസിനെ പിന്തള്ളിക്കൊണ്ട് ബ്രോൺ ബ്രേക്കർ നിലവിൽ ഒരു ഫേവറേറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായത്തിൽ ബ്രോൺ ബ്രേക്കർ റോയൽ റംബിൾ മത്സരത്തിൽ വിജയിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം അത് ബ്രോൺ ബ്രേക്കറിന് അനുകൂലമാണോ റോമൻ റിയൻസിന് അനുകൂലമാണോ എന്നുള്ളത് കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.